എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നിനും സാധിക്കത്തില്ല, ഞാൻ പോരാ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇത് ശരിക്കും സ്ട്രെസ് ഉള്ളതുകൊണ്ടാണോ അവരങ്ങനെ പറയുന്നത്? സെൽഫ് ബ്ലെയിമിങ്. അതെ അതെ അതെ. സെൽഫ് ബ്ലെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്ട്രെസ്. അതായത് നോർമലി ഉള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ, എന്നെ ഒന്നിനും കൊള്ളില്ല, അതെ അതെ ഞാൻ അതെ പോരാ, അതെ അതെ. അങ്ങനെ ആരും ചിന്തിക്കില്ലല്ലോ. മനസ്സിൽ അവർ ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് എന്നെ ഒന്നും കൊള്ളില്ല, സെൽഫ് ബർത്ത്ലെസ്നെസ് എന്നാണ് അതിന് പറയുക. അപ്പം സ്വയം ഒരു വാല്യൂ കൽപ്പിക്കാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ്. ഹാപ്പി ഹോർമോൺ ഒട്ടുമില്ലാത്തൊരവസ്ഥ. അപ്പം ഡിപ്രസ്ഡ് ആയിരിക്കും അവർ. ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ആരോടും വർത്താനം പറയാൻ പറ്റത്തില്ല, മൂടിയായിട്ടിരിക്കും, നിത്യം ചെയ്യുന്ന കാര്യം പോലും അവർക്ക് ചെയ്യാൻ പറ്റൂല, ഈവൻ ഭക്ഷണം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല. അങ്ങനെ ഒരു മൊത്തത്തിൽ ലൈഫ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലായിരിക്കും എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു ഫീൽ വരുന്നത്. അപ്പം ആ ഒരു ഫീലിൽ നിൽക്കുന്ന ആള് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരാളുടെ ഒരു കൈ സഹായം വേണം. അങ്ങനെ അവർക്ക് ആ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കൂടെ നിൽക്കുന്ന ആൾക്ക് പോലും ചിലപ്പോൾ അത് മനസ്സിലാവില്ല. ചില സാഹചര്യത്തിൽ അവർ പറയുകയും ചെയ്യും, ഉഫ് എനിക്ക് പറ്റില്ലെന്ന്, എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് ഒരു സ്വയം ചിലപ്പോൾ പറയാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസ് പറയാറില്ല. സൈലന്റ് ബേൺ ഔട്ട് എന്ന രീതിയിൽ അവരത് കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ സ്വയം ഒരു ഫീൽ വരുമല്ലോ. അതെ അതെ അതെ. അപ്പം ശരിക്കും നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. എത്രമാത്രം അത് പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ എങ്കിലും ബോധപൂർവം നമ്മൾ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി, അയ്യോ ഞാൻ പോരാ എന്ന് ഞാൻ ചിന്തിക്കുന്നല്ലോ എന്ന് ഒരു ഇൻസൈറ്റ് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജിനെ ഓവർകം ചെയ്യാം. നല്ലൊരു തെറാപ്പി എടുക്കാം, നല്ലൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ അടുത്തൊരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തെ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ദർ ആർ ലോട്ട് ഓഫ് റെമഡീസ്. പക്ഷെ ഇത് നമ്മൾ പ്രോപ്പർ ടൈമിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. ഈ സ്ട്രെസ് മാറാനായിട്ട് ധാരാളം ഹീലിംഗ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോസസ്സുകളോ ഒക്കെ ഉണ്ടല്ലോ, മെഡിക്കേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ടും ഫലമില്ലാത്ത ആളുകളോട് എന്താ പറയാനുള്ളത്? സ്ട്രെസ് ബാധിക്കുന്ന ഒരാൾ നിരന്തരം ചിലപ്പോൾ പരിശ്രമിക്കുന്നുണ്ടാവും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കൗൺസിലിംഗ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു തെറാപ്പി എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഭാരതത്തിൽ നിരവധി തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊന്നും എടുത്തിട്ടും സുഖമാവാത്ത പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പൈസ കളഞ്ഞത് ഇതിൻ്റെ പേരിൽ. അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ കൗൺസിലിംഗ് എടുക്കാൻ, എൻ്റെ സെഷൻ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പ്രശ്നത്തിന് യഥാർത്ഥമായിട്ടുള്ളൊരു കാരണമുണ്ട് അല്ലേ? ശരിക്കും ആ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നതിലാണ് ഒരാളുടെ മികവെന്ന് പറയുന്നത്. ശരിക്കും പ്രശ്നം അറിയാതെ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ഒരു ഫലവും ഇല്ല അല്ലേ? കാര്യം അറിയാതെ അതിൻ്റെ റിസൾട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം എന്താണോ ആ വ്യക്തിയുടെ പ്രശ്നത്തിനുള്ള യഥാർത്ഥ കാരണമെന്ന് നമ്മൾ കണ്ടെത്തുകയും ആ കാരണത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുക. ദിസ് ഈസ് ദ മെയിൻ തിങ്. അപ്പം അവിടെ ഒരാളുടെ പ്രശ്നം ഇന്നതാണ്, അതായത് ടോക്സിക് ആയിട്ടുള്ള ഒരു പേരന്റിൽ നിന്നുണ്ടാവുന്ന കർക്കശമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രശ്നം മാറും. അവൻ പഠിക്കാൻ ചിലപ്പോൾ ഉഴപ്പായിരിക്കും, ഭക്ഷണം കഴിക്കുന്നില്ലായിരിക്കും, അച്ഛനും അമ്മയും പറയുന്നതനുസരിക്കില്ലായിരിക്കും, പല പല സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആഴത്തിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയും കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം. എപ്പോഴും എല്ലായിടത്തും മെയിൻ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുകയും ആ പ്രശ്നത്തിനുള്ള പരിഹാരവും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എനിക്കത് ചെയ്യാനും സാധിക്കും.